സെയിം ആണ് ഈ കാണുന്ന DR1 ഈ പോണ 2 കേബിൾ ഫുള്ള് Cat6 കേബിൾ RJ45 ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇത് കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ, കേബിൾ ഡേ ഒന്നും അടിച്ച് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യണ സംഭവമല്ലേ, ഇതാണ് അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. ഈ ആൻറ്റി പാസിങ് ഒക്കെ ഏതാണെന്നുള്ളത് ഫുള്ള് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 1 മണി കേട്ടോ. നല്ല ചൂടാണ്, ആകെ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ഒരു രക്ഷയില്ല, നല്ല ചൂട്. പിന്നെ എൻ്റെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബിൽഡിങ്ങിൽ നമ്മളെ പാർക്കിങ്ങിലാണ് കേട്ടോ. അതായത് ഏകദേശം ഈ ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ഒരു 7 നില ഉണ്ട്. 7 നിലയുള്ള ബിൽഡിങ്ങാണ്. അൽനഹദയാണ്, അൽനഹദ 1. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ തൊട്ട് ഫ്രണ്ടിൽ, അതായത് ഇത് ബിൽഡിങ്ങിൻ്റെ ഒരു പാർക്കിംഗ് ആണ്. ഇത് അൽനഹദ 1 ഇതേമാതിരത്തൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഏകദേശമൊക്കെ ഇതേപോലെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. 20 നില 25 നിലയിലൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ്. വലിയ വലിയ ബിൽഡിങ്ങിന് തൊട്ട് ബാക്കിലായിട്ട് ഇതുണ്ട്. ഇതൊക്കെ കാർ പാർക്കിംഗ് ആണ്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. ഇപ്പോൾ ഞാൻ വർക്കിന് വന്നത് ഈ പാർക്കിങ്ങിലേക്കാണ്. ഇതുണ്ടല്ലേ, ഇത് ഫുള്ള് പാർക്കിംഗ് ആണ്. അപ്പോൾ ഈ പാർക്കിങ്ങിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി ആവണതും എക്സിറ്റ് ആവണതും ആയ സ്ഥലമാണത്. അതായത് ഇതിൻ്റെ മെയിൻ ഗേറ്റാണിത്. അപ്പോൾ നാട്ടിലത്തെ പോലെ ഗേറ്റ് വെച്ച് അടച്ചിടൊന്നുമില്ല. ഇവിടുത്തെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്, ബാരിയർ എന്ന് പറയും. അതായത് ഇത് എക്സിറ്റാണ്, ഇത് എൻട്രി ആണ്. വണ്ടി അവിടെ വരും, അവിടെ ഈ കട്ടൻ്റെ ഉള്ളിൽ സെൻസർ ഉണ്ട് കേട്ടോ. അതായത് ലൂപ്പ് ഡിറ്റക്ടർ എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്ന് വണ്ടി നിൽക്കും. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ സംഭവം കണ്ടോ, ഇതാണ് സ്കാനിങ് സിസ്റ്റം. അതായത് ഒരു കാർഡാണ്, ഞാൻ അപ്പോൾ കാണിച്ചു തരാം, 1 മിനിറ്റ്. ഇതാണ് കാർഡ്. ഇത് ഫ്ലാറ്റ് നമ്പറാണ് 912. അതായത് 9th ഫ്ലോറിൽ 12ാമത്തെ ഫ്ലാറ്റിൻ്റെ കാർഡാണിത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ ഈ ബാരിയർ ഓപ്പൺ ആവും. അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ആവണില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് എക്സിറ്റ്. വണ്ടി ഇവിടെ വന്ന് നിൽക്കും. അതായത് ഈ ഒരു ലൈൻ ഉണ്ടല്ലേ, ഇതാണ് സെൻസർ. വണ്ടി ഇതിൻ്റെ മുകളിൽ വന്ന് നിന്നിട്ട് ഈ കാർഡ് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ആ ഡിവൈസിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവിടെ സ്കാൻ ആവും, ഇത് എക്സിറ്റ് ബാരിയർ ഓപ്പൺ ആവും. അപ്പോൾ ഈ കാർഡ് വെച്ചിട്ടുള്ള എൻട്രിയിലും എക്സിറ്റിലും കാർഡ് വെച്ച് ഓപ്പൺ ആക്കുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് ആൻറ്റിപാസിങ് സിസ്റ്റം. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വണ്ടി കയറുമ്പോൾ ഈ കാർഡ് കാണിച്ചു കൊടുത്താൽ ഓപ്പൺ ആവുന്ന സിസ്റ്റം. അതുപോലെ തന്നെ തിരിച്ചു പോകണമെങ്കിലും ഈ കാർഡ് വെച്ച് ഓപ്പൺ ആക്കുന്ന സിസ്റ്റം, അതിൻ്റെ പേരാണ് ആൻറ്റിപാസിങ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഡിവൈസിലാണ് അത് വർക്ക് ചെയ്യുക. അതായത് അതിനൊരു ഈ ആക്സസ് കാർഡ് ഉണ്ടല്ലോ, ഈ ആക്സസ് കാർഡ് വെച്ചിട്ട് ഓപ്പൺ ആക്കുന്ന സിസ്റ്റത്തിന് ഒരു കൺട്രോൾ പാനൽ വേണം. അതായത് ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യാനൊരു പാനൽ, കൺട്രോൾ ബോർഡ്. ഓക്കെ, കൺട്രോൾ പാനലല്ല, സോറി, ഒരു കൺട്രോൾ ബോർഡ് വേണം. അപ്പോൾ കൺട്രോൾ ബോർഡ് ഈ ബാരിയറിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇത് ഏതൊരു പുറത്തെ കമ്പനിക്കാർ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 1000 ദിർഹംസിൻ്റെ മുകളിൽ ആ കൺട്രോൾ ബോർഡിന് റേറ്റ് വരുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. ജസ്റ്റ് അവിടെ നമ്മൾ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അത് നേരെ കൺട്രോൾ ബോർഡിൻ്റെ ഉള്ളിലേക്ക് സിഗ്നൽ വരും. അവിടുന്ന് സിഗ്നൽ കൊടുത്ത് റിട്ടേൺ ഒരു കേബിളിൽ നേരെ ആ ബാരിയർക്ക് പോകും. അപ്പോൾ ഇത് ഓപ്പൺ ആവും. അതാണ് ശരിക്കും സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഈ ബോർഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിങ് അല്ല. അപ്പോൾ കുറച്ച് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ആ ബോർഡ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺട്രോൾ ബോർഡ്. ഓക്കെ, ഇത് കണ്ടില്ലേ, ആകെ റെസ്റ്റഡ് ആയിക്കണുണ്ടല്ലേ. അപ്പോൾ ഈ റെസ്റ്റഡ് ആയിട്ട് ഇത് ഷോർട്ടായി കംപ്ലൈൻറ്റ് വന്ന ബോർഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 1000 ദിർഹംസിൻ്റെ മുകളിലുള്ള ബോർഡ്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയിക്കാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി, ഇതിന് പകരം അപ്പോൾ പുതിയത് പർച്ചേസ് ചെയ്തിരിക്കണം കമ്പനി. അപ്പോൾ പുതിയത് ഫിക്സ് ചെയ്യാൻ ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു സേഫ്റ്റി ആയിട്ട് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല അതിൻ്റെ ഉള്ളിലോ ആ ബാരിയർ. പക്ഷേ ബാരിയറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറിയാൽ വീണ്ടും കംപ്ലൈൻ്റ് ആവും. വീണ്ടും 1000 ദിർഹംസ് കമ്പനിക്ക് നഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തൊരു പരിപാടി, അതായത് ശരിക്ക് ഇതുണ്ടല്ലേ, 2 RJ45ൻ്റെ കേബിളാണിത്. അതായത് Cat6 കേബിൾ. ഇതിങ്ങനെ കൊണ്ടുപോയി ഇവിടുന്ന് ഇങ്ങനെ PVC ഫ്ലെക്സിബിൾ ഇട്ടിട്ട് ഇത് അങ്ങനെ കൊണ്ടുപോയി അതുവഴി ഇങ്ങനെ വന്ന് ഇവിടെ ഈ റൂമിൽ, ഇത് ഇലക്ട്രിക്കൽ റൂമാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ റൂമൊക്കെ ഇപ്പോൾ ഇങ്ങനെ കേബിൾ അടിച്ചു കൊടുന്നു. ഞാൻ അത് ഓപ്പണായിട്ട് കാണിച്ചു തരാം. ഇതിനുള്ളിൽ AC ഓണാണ് കേട്ടോ. കേബിൾ ഇതെവിടെ എത്തിക്കണം. ഇപ്പോൾ ക്യാമറൻ്റെ കേബിളൊക്കെ അതിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഈ കണ്ടില്ലേ,
ഇതാണ് ഇതിൻ്റെ പാനൽ. അത് ജസ്റ്റ് ഒരു ബോക്സാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഈ ബോർഡ് സെറ്റ് ചെയ്യണത്. ഇതല്ല, ഇത് പഴയത്. അപ്പോൾ ഈ ബോർഡ് ഇനിയുള്ള വയറിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തിനാണ് ഇത്ര സേഫ്റ്റി ആയിട്ട് വെക്കണമെന്ന് അറിയോ? അപ്പോൾ ഈ ബോക്സ് ഇവിടെ വെച്ചുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 വയർ കൊടുന്ന് ഇതിൽ കണക്ഷൻ കൊടുത്താൽ ഇപ്പോൾ ഈ ബോർഡ് ശരിക്കും പറഞ്ഞാൽ 4 ഡോർ സിസ്റ്റമാണ്. അതായത് 4 ബാരിയർ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. പക്ഷെ നമ്മളത് ഇവിടെ 2 ബാരിയർ ഉള്ളൂ കേട്ടോ. 2 ബാരിയർ ഉള്ളൂ ഇവിടെ, അതായത് 2 ഡോറുള്ളൂ ഇവിടെ. അപ്പോൾ അതിനുള്ള കണക്ഷൻ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് സേഫ്റ്റിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും വയറിങ് ചെയ്ത് ഈ രീതിയിൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇന്ന്. അതായത് ഇന്നലെ വന്നിട്ട് ഞാൻ ആ ഫ്ലെക്സിബിളിൽ ഫുള്ള് പൈപ്പ് അടിച്ച് പിന്നെ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടതാണ്. അപ്പോൾ ഇപ്പോഴും അതിനാണ് ചെയ്തുകൊണ്ടിരിക്കണേ. വയറിങ്ങിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. വയറിങ് ഫുള്ള് ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഇതിപ്പോൾ ഞാൻ ബോർഡിൻ്റെ ഉള്ളിൽ വെച്ച ഡിവൈസ് ഫിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ വയറിങ് ചെയ്തിട്ട് വയറിങ് ചെയ്യണം. അതാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ അത് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സിസ്റ്റം ഉണ്ട്. അതായത് ലൂപ്പ് ഡിറ്റക്ടർ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ഈ സെൻസറിൻ്റെ കണക്ഷൻ, അവിടെയുള്ള സെൻസർ ഇവിടെയുള്ള സെൻസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് അടുത്ത പരിപാടി എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല നിങ്ങളൊരു പോർട്ട്, അതായത് RJ45ൻ്റെ കണക്ടർ കണക്ട് ചെയ്യണ ഒരു പോർട്ടാണത്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കേബിള്. അപ്പോൾ ആ കേബിൾ വെച്ചിട്ട് നമ്മളെ ലാപ്ടോപ്പ് കൊടുത്തിട്ട് ലാപ്ടോപ്പിൽ ഈ കാർഡ് ആക്ടിവേഷൻ ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് ഇൻബിൾട്ട് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനാണ് നമ്മളെ സിസ്റ്റം വർക്ക് ചെയ്യുക, ലാപ്ടോപ്പ്. അപ്പോൾ അത് ഞാനല്ല ചെയ്യുക, പ്രോഗ്രാമിങ് ചെയ്യണത് വേറെ ആളാണ്. പിന്നെ ഇതിൻ്റെ മൊത്തം സിഗ്നലിൻ്റെ ഇതാണ് കേട്ടോ ഈ കാണുന്ന ബൾബ്, ഫുള്ള് LED ബൾബുകൾ. അപ്പോൾ ഇതിന് വേണ്ടത്, ഇത് വർക്ക് ചെയ്യാൻ വേണ്ടത് 12 വോൾട്ടാണ്. 12 വോൾട്ട് 5 ആമ്പിയർ. അപ്പോൾ ഏകദേശം ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 200-300 കാർഡായിട്ടുണ്ട്. കാരണം 300 ഫ്ലാറ്റായിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ അവരെല്ലാവരുടെ കാർഡ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്ഷൻ കൊടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കുക. അതായത് RJ45ൻ്റെ കണക്ടർ ഇട്ടിട്ട് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഈ കാർഡ് ആക്ടിവേഷൻ ചെയ്യണം. അത് ആക്ടിവേഷൻ ചെയ്താലുള്ളൂ ഈ ബാരിയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. അതായത് ആൻറ്റി പാസിങ് സിസ്റ്റം വർക്ക് ചെയ്യുക. ആൻറ്റിപാസിങ് സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ, കാർഡ് വന്ന് അവിടെ പഞ്ചാവുമ്പോൾ ഇത് ഓപ്പൺ ആവും, എൻട്രി ബാരിയർ. ഇത് എക്സിറ്റ് ബാരിയറാണ്. ഇവിടെ വന്നിട്ട് ഇതിൽ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയറിങ്ങിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിലെ ഇതിൻ്റെ ഗിയർ മോട്ടർ എന്നാണ് ഇതിന് പറയാം. ഇതിൻ്റെ മോട്ടറാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ കൺട്രോളിങ് സ്പ്രിങ് ആണ് കേട്ടോ, ഇത് കൺട്രോൾ ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോൾ പാനൽ, അതായത് കൺട്രോൾ ബോർഡ്. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ ബോർഡാണിത്. ഇത് ഫുള്ള് DC ആണ്, സോറി AC 24 വോൾട്ടാണ്. ഇത് 220 വോൾട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഫിക്സ് ചെയ്യണ സംഭവമില്ല, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. ഈ ആൻറ്റി പാസിങ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ബോർഡ് ഇതാണ് നമ്മൾ ആ റൂമിലേക്ക് ചേഞ്ച് ചെയ്യണത്, ഇലക്ട്രിക്കൽ റൂമിലേക്ക്. അപ്പോൾ അതൊക്കെ ഇനി ഡിസ്കണക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. പിന്നെ ഇത് ലൂപ്പ് ഡിറ്റക്ടർ, അതായത് വണ്ടി വന്ന് നിൽക്കുമ്പോൾ അവിടെ സെൻസർ വന്ന് വണ്ടി അവിടെ നിൽക്കുമ്പോൾ ആ സെൻസറിൻ്റെ മുകളിൽ, കോയിലിൻ്റെ മുകളിൽ വണ്ടി നിൽക്കുമ്പോൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യും. അതിൻ്റെ മുകളിൽ എന്താ പറയുക, വണ്ടി വന്ന് നിൽക്കണത് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ടാണ് ഇതിക്ക് സിഗ്നൽ കൊടുക്കുക. ഫസ്റ്റ് ഇതിക്ക് കൊടുക്കും, ഇതിൽ നിന്ന് ഓക്കെ പറയുമ്പോൾ ഇതിക്ക് എത്തും. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ളൂ ബാരിയർ ഓപ്പൺ ആവുക. ഓക്കെ, അപ്പോൾ ഇനി വയറിങ് ഉണ്ട് ചെയ്യട്ടെ. ഇതാകെ അലമ്പായി കിടക്കുകയാണ്. ഇതൊക്കെ ഏതാണെന്നുള്ളത് ഫുള്ള് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. ഇത് ബാരിയറിൻ്റെ കൺട്രോൾ ബോർഡ് ഇതുണ്ടല്ലോ, ഇതാ ഈ രീതിയിലാണ് കൊടുത്തിരിക്കണത്. ഇത് ലൂപ്പ് ഡിറ്റക്ടർ, ഇത് 5 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഇതാണ് 2 പുതിയ കേബിൾ ഇപ്പോൾ നമ്മൾ കൂടുന്ന് വലിച്ചത്. ഇതാ ഇങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ട്രങ്കിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ആൾറെഡി ഈ ആൻറ്റി നമുക്ക് പോയതുണ്ട്. അത് അതിലങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കണം കേട്ടോ. പിന്നുള്ളത് ഇതാണ്, അത് എക്സിറ്റ് ബാരിയർ, ഇതാണ് എൻട്രി ബാരിയർ. അപ്പോൾ ഈ ബാരിയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലുണ്ട് കേട്ടോ ലൂപ്പ് ഡിറ്റക്ടർ. ഇത് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. പിന്നെ ഈ കാണുന്ന ബ്ലൂ കേബിളാണ് അവിടെ പോയത് കേട്ടോ. അതായത് കാർഡ് ഇതുമേണ് റീഡ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് പോയതാണ് ഈ ബ്ലൂ കേബിൾ. ഈ ബ്ലൂ കേബിളിന് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കണക്ഷൻ ചെയ്തിരിക്കണു. ഇവിടുന്ന് പോകണ ഈ വൈറ്റ് കണ്ടോ,
ഇതിങ്ങനെ ഇതിൻ്റെ താഴെക്കൂടി പോയിട്ടാണ് അയക്കെത്തുന്നത്. അതിൽ ആ കേബിൾ വഴി അവിടെ ആ റൂമിലെത്തുന്നത്. അവിടുന്ന് ഒരു കേബിളിൽ റിട്ടേൺ വരുമ്പോഴാണ് ഇത് ഓപ്പൺ ആവുക, ഈ ബാരിയർ. അപ്പോൾ ഈ ലൂപ്പ് ഡിറ്റക്ടർ അതൊക്കെ ഓണാണ് കേട്ടോ. ഇത് ഫുൾ ഓണാണ്, ഇപ്പോൾ ഉറക്കെ ഓണാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്ക് ഫിനിഷായി. സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാം. ഇത് എൻട്രി ബാരിയർ. ഇവിടെ കാർഡ് ജസ്റ്റ് ടാപ്പ് ചെയ്യും. അപ്പോൾ കാർഡ് അവിടെ റീഡ് ചെയ്തിട്ട് സിഗ്നൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഈ കേബിൾ വഴി ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൺട്രോൾ ബോർഡിലെത്തും. അപ്പോൾ അവിടുന്ന് സിഗ്നൽ റിട്ടേൺ കൊടുക്കും. ആ കേബിൾ വഴി നേരെ വന്നിട്ട് ഇതിൻ്റെ താഴെ കൂടി നേരെ ബാരിയർക്ക് സിഗ്നൽ കൊടുക്കും. അപ്പോൾ അത് ഓപ്പൺ ആവും. തിരിച്ചു പോകുമ്പോൾ അതേപോലെ വണ്ടി ഇവിടെ വന്ന് നിൽക്കും. അവിടെ കാർഡ് ടാപ്പ് ചെയ്യും, റീഡറുമക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യും. നേരെ അവിടുന്ന് സിഗ്നൽ ആ കേബിൾ വഴി ഇതിൻ്റെ ഉള്ളിലെത്തും. റിട്ടേൺ അവിടെ എത്തുമ്പോൾ അത് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും സമയമൊക്കെ അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യണോ, സിഗ്നൽ ചടപടവനെ പാസ് ചെയ്യണോ. അങ്ങനെ വർക്ക് ഫിനിഷായി. അതായത് വയറിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇതാണ് നമ്മളെ ബോർഡ്, കൺട്രോൾ ബോർഡ്. ഇതിൻ്റെ കൺട്രോൾ ബോർഡാണ് കേട്ടോ. ഇതാണല്ലേ, ഇതാണ് ഇപ്പോൾ നമ്മളെ സംഭവം. ഇതിൽ 4 ഡോറ് വരെ കൊടുക്കുക. അതായത് ഡോർ ഉദ്ദേശിച്ചത് ബാരിയർ. ഇതാണ് ഇപ്പോൾ കണ്ട ഇവിടെ എഴുതിയിട്ടില്ല DR1, ഇത് DR2. ഇതിൻ്റെ തന്നെ ഈ 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നാണ് ശരിക്കും, ഇതിൽ AC പവറാണ് കൊടുക്കുക. അല്ല സോറി, DC പവറാണ് ഇവിടെ കൊടുക്കുക. അതിന് ഇവിടെ അഡാപ്റ്ററിലാണ് ഇവിടെ പവർ കൊടുക്കുക. കൊടുത്തിട്ടില്ല, അത് പിന്നെയാണ് കൊടുക്കൽ. അഡാപ്റ്റർ ഇപ്പോൾ 5 ആമ്പയറിന് എൻ്റെ കയ്യിലില്ല. ഇതിൽ പവർ കൊടുത്താൽ ഇതിലുള്ള മൊത്തത്തിലുള്ള സപ്ലൈ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബോർഡിനുള്ള മൊത്തം സപ്ലൈ ആണത്. അതേപോലെ തന്നെ ഇതിന് ഇത് ചെയ്തിട്ടാണ് ഈ പോണതുണ്ട് ന്യൂട്രൽ ഫേസുമാണ്. അതായത് നമ്മുടെ കാർഡ് അവിടെ റീഡ് ചെയ്യണ സംഭവമല്ലേ, അയിമക്കില്ല പവർ. അതേമാതിരി അയിമന്ന് സിഗ്നൽ കൊടുക്കണത്. പിന്നെ ഈ DR1 അതിൻ്റെ സെയിമാണ്. ഈ കാണുന്ന DR1 ഈ പോണ 2 കേബിൾ ഫുള്ള് Cat6 കേബിൾ RJ45ൻ്റെ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇത് കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ, കേബിൾ ഡേ ഒന്നും അടിച്ച് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ബാരിയർ 1, ഇത് ബാരിയർ 2, ഇത് ബാരിയർ 1ൻ്റെ സിഗ്നൽ, ബാരിയർ 2ൻ്റെ സിഗ്നൽ. പിന്നെ ഇതിലാണ് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായി. പിന്നെ ഇതിൽ നമുക്ക് വേണം ഇനിയും കൊടുക്കാം, ഒരുപാട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 2 ബാരിയറോടെയും കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു പഴയ CC ക്യാമറൻ്റെ, ഇത് പുതിയത് ചേഞ്ച് ചെയ്തതാണ്. അതായത് ഇവിടെ CC ക്യാമറ ഉണ്ട്, കണ്ടില്ലേ, കുറച്ച് മുമ്പ് ചേഞ്ച് ചെയ്തതാണ്. ഈ പാർക്കിങ്ങിൻ്റെ ക്യാമറ ഉണ്ട്, 16 ക്യാമറ ഉണ്ട്. അത് പുതിയ പവർ സപ്ലൈ ആണ്. ഡ്രില്ലടിച്ചിട്ട് പൊടി ചെയ്തതാണെന്ന്. പുതിയ പവർ സപ്ലൈ ചേഞ്ച് ചെയ്തതാണ്. ആ പവർ സപ്ലൈൻ്റെ ബോക്സാണിത് സംഭവം. ഇതിൻ്റെ ഉള്ളിലുള്ള പവർ സപ്ലൈ ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൽ സേഫ്റ്റി ആയിട്ട് വെച്ചു. അതങ്ങനെ വെക്കാൻ കാരണം എന്താ പറയുക, നമ്മളെ കമ്പനി പുതിയ മേടിച്ചിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ദുബായിൽ നിന്നും നല്ല ചൂടത്തിലുള്ള വർക്ക് ചെയ്തുകൊണ്ട് ഷബീബ് വെങ്ങൂർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറയല്ലേ, വീഡിയോ എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കണക്ഷൻ കൊടുത്തതും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ. കാരണം എനിക്ക് അതിനുള്ള പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ പൈപ്പ് അടിച്ചതും ഫുള്ള് കണ്ടിരുന്ന് ഇങ്ങനെ ഇവിടെയാണ് ഇപ്പോൾ കേബിൾ എത്തിയത്. അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഒറ്റക്കാണ് ചെയ്യണത്, വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്. പിന്നെ വേറൊരു കാര്യം, ഇതിന് കണക്ഷൻ കൊടുക്കണം. അതായത് നമ്മളെ കാർഡ് ആക്ടിവേഷൻ ചെയ്യണം. 10,250 കാർഡ് ഉണ്ട്. ആ ആക്ടിവേഷൻ ചെയ്യണത് ഞാൻ അവൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇവിടെ വരികയാണെങ്കിൽ ആക്ടിവേഷൻ ചെയ്യണത് ഞാനല്ല കേട്ടോ, അത് വേറെ ആളാണ്. അപ്പോൾ അയാൾ ഇവിടെ വന്ന് ചെയ്യണ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നില്ല അതിൻ്റെ പ്രോഗ്രാമിങ് ജസ്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.